എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ തയ്യാറാക്കുന്ന മണ്ടപ്പുറ്റു വീഡിയോ ആണ്. തലവേദനയൊക്കെ ഉള്ള ആൾക്കാർ ഭഗവതിക്ക് നേരുന്ന ഒരു വഴിപാട് കൂടിയാണ്. പൊങ്കാല പായസം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മണ്ടപ്പുറ്റ്. ഈ ഒരു മണ്ടപ്പുറ്റ് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. പൊങ്കാല ഇടുന്ന എല്ലാവരും മനസ്സും ശരീരവും ശുദ്ധമാക്കി പ്രധാനാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു മണ്ടപ്പുറ്റ് എന്റെ കൂട്ടുകാർക്കായിട്ട് ഞാനിന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ എല്ലാവരും അമ്മയെ പ്രാർത്ഥിച്ച് ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ആറ്റുകാൽ പൊങ്കാല എന്ന മഹാ ഉത്സവം പങ്കെടുത്ത നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ കുടുംബത്തിനും ഭദ്രതയേകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ആ മണ്ടപ്പുറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഓട്ടുരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ചൂടായി വന്നപ്പോഴേക്കും ഞാനിവിടെ 1 കപ്പ് അളവിൽ ചെറുപയർ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചൂടായ ഉരുളിയിലേക്ക് പയറിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊങ്കാല ദിവസം നമ്മൾ ആറ്റുകാലിൽ പോകുന്ന അന്ന് തലേ ദിവസം തന്നെ ഇതെല്ലാം പൊടിച്ച് ഭദ്രമാക്കി നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. അവിടെ ചെന്ന് ചെറുപയർ വറുത്തെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ വാങ്ങിക്കാനൊക്കെ കിട്ടും. എങ്കിലും നമ്മളിതെല്ലാം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ പയർ നല്ല ഗ്രീൻ കളറിലാണ് ഉള്ളത്. നല്ല പോലെ മൂപ്പായി വരുമ്പോഴേക്കും ഇതൊരു കറുത്ത കളറിലേക്ക് മാറും. അതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പയർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ പയറിൻ്റെ ചൂട് ആറി വരുമ്പോഴേക്കും ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. പയറിൻ്റെ ചൂട് ആറി വരുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ ഒരു അരമുറി നാളികേരം ഒന്ന് തിരുമ്മിയെടുക്കാം. നാളികേരമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അരമുറി നാളികേരമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് തിരുമ്മിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചെറുപയർ അല്പം തരിതരിപ്പായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതേ ഉരുളിയിലേക്ക് നമ്മൾ തിരുമ്മിയ നാളികേരം ചേർക്കാം. ഇനി നാളികേരത്തിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചേർക്കാം. മധുരം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി അല്പം ചുക്ക് ഏലക്ക പൊടി ചേർക്കാം. ഇനി 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മയത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു നാളികേര പാല് മുഴുവനും ഒന്ന് ഇറങ്ങി കിട്ടണം. അതിനായിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പയറുപൊടി ചേർക്കാം. ഇപ്പോൾ നല്ല നനവായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പൊടിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് പയറുപൊടിയും ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മണ്ടപ്പുറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ തലയുടെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരുന്ന ഒരു നേർച്ചയാണ്. ആദ്യമായിട്ട് പൊങ്കാല ഇടാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. ചെറുപയർ പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ചേർക്കണം. 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഓരോ നേർച്ചയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് തയ്യാറാക്കുന്നതാണ് മണ്ടപ്പുറ്റ്. നമ്മൾ ആറ്റുകാൽ പൊങ്കാല ദിവസം തയ്യാറാക്കുന്നതാണ് കേട്ടോ. ദേവിയുടെ സന്നിധിയിൽ വെച്ച് ചെയ്യുന്നതാണ്. ഇതൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ നാളികേരമൊക്കെ നമുക്ക് തിരുമ്മി കൊണ്ടുപോകാം. നമ്മളിതുപോലെ കൈകൊണ്ടൊന്ന് ഉണ്ട പിടിച്ച് നോക്കണം കേട്ടോ. പൊടി നല്ല പോലെ നനവായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ സാധിക്കും. തല വേദനയൊക്കെയുള്ള ആൾക്കാര് വഴിപാട് നേരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഈർക്കിലി വെച്ചിട്ട് കണ്ണ് മൂക്ക് വായ അങ്ങനെയുള്ള ആ ഒരു രൂപമൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു മണ്ടപ്പുറ്റില് ഒന്ന് വരച്ചിട്ട് വേണം നമ്മൾ മണ്ടപ്പുറ്റ് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ടും. അതുപോലെ നമ്മൾ ഈ ഒരു മണ്ടപ്പുറ്റ് തയ്യാറാക്കുമ്പോൾ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് മധുരം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ശർക്കര പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശർക്കര പൊടിക്ക് മധുരം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര പൊടി ചേർക്കുക. വീണ്ടും നല്ലതുപോലെ നമ്മൾ തിരുമ്മി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകമായോ എന്ന് നോക്കാം. ഇപ്പോഴും നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി എല്ലാം കൂടെ കൂട്ടി തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ ഉരുട്ടി നോക്കാം. കണ്ട ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ടപ്പുറ്റ് തയ്യാറാക്കുമ്പോൾ അല്പം വലിയ ഉരുളകളായിട്ടാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ ഉരുട്ടി ഒന്ന് ബോളാക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കയ്യിൽ നിന്നും എല്ലാം ഒന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു മണ്ടപ്പുറ്റ് നമുക്കൊന്ന് വേവിച്ചുകൂടി എടുക്കണം. ഒരു അളവ് വെച്ചിട്ട് ഇത്രയുമാണ് കേട്ടോ നമ്മൾ
തയ്യാറാക്കിയിട്ടുള്ളത്. ഇതും നല്ല വലിപ്പത്തിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ല ഷേപ്പായിട്ടൊന്നും ഇതുപോലെ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മുടെ കയ്യെ പിടിയാത്ത രീതിയിൽ വേണം നമുക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ടും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മൺപാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒരു തട്ട് കൂടെ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓരോന്നും പെറുക്കി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ലപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും പാത്രത്തിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഇനി വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മണ്ടപ്പുറ്റ് ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും പൊങ്കാല ദിനത്തിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊങ്കാല വിഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.